മലയാളം ബിഗ് ബോസ് സീസൺ 7 ശോഭയെക്കുറിച്ചും അതേപോലെ തന്നെ ഷിയാസ് കരീമിനെക്കുറിച്ചും പോസിറ്റീവും നെഗറ്റീവും പറയാൻ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ആ സമയത്ത് അനുമോൾ വന്നിട്ട് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ ശോഭാ മേമും അതേപോലെ തന്നെ ഷിയാസ് സാറും വന്നതുകൊണ്ട് ഇവിടെ അനങ്ങാതിരുന്ന കുറേ പാവകൾ അനങ്ങി തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ശോഭേനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നുണ്ട്. ശോഭ മാം എല്ലാവരെയും ഈക്വലായി കാണാനായി ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ലക്ഷ്മി ജനറൽ മാനേജറായ ലക്ഷ്മിക്ക് അധികം ജോലിയൊന്നും കൊടുക്കുന്നില്ല. ഇനി എന്താണ് ഇതിന് നാളെ തൊട്ട് കൂടുതൽ ജോലി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അത് കൊടുത്തു തുടങ്ങിയെന്ന് നമ്മുടെ ശോഭ പറയുന്നുണ്ട്. ഷിയാസ് കരീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷിയാസ് കരീം നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നി. എല്ലാവരും ഈക്വലായിട്ടാണ് കാണുന്നതെന്ന് തോന്നി. അതേപോലെ തന്നെ എൻ്റെ പ്ലാച്ചീനെ എടുത്ത് എറിഞ്ഞത് ഞാനിവിടെ സ്ട്രോങ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കാനും അതേപോലെ തന്നെ 100 ദിവസം നിൽക്കാനും വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിലെനിക്ക് സന്തോഷം തന്നെ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. എൻ്റെ മനസ്സിൽ വിഷമമുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാനിവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ചെയ്തതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ എന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഷെഫിനെയും കൊണ്ട് 10 മുട്ടയൊക്കെ പുഴുങ്ങിപ്പിച്ചത് അത് തെറ്റ് തന്നെയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ പാൻ ആകെ അത് പുഴുങ്ങാനുള്ള ഒരു പാനാണുള്ളത്. അത് ഞങ്ങൾ ഫുഡെല്ലാം ഉണ്ടാക്കി നശിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് 10 എണ്ണമൊന്നും പുഴുങ്ങാൻ പറ്റില്ലായിരുന്നു. അത് ഒരു ഭയങ്കരമായ എനിക്കൊരു മോശം പ്രവൃത്തിയായിട്ടാണ് തോന്നിയത്. ശോഭാ മാമിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും ഇവിടെ റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരായിരുന്നു. ഞാൻ ഉൾപ്പെടെ ഈ ഒരു ഹോട്ടൽ ടാസ്ക് വന്നതോടുകൂടി ഞങ്ങൾക്ക് ആർക്കും ഇപ്പോൾ ഒന്നും റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിട്ടുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട്.